ആവേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ഈ സമയം വിശ്വസിക്കണം, പ്രാർത്ഥിക്കണം. എൻ്റെ കർത്താവേ ഈ ശുശ്രൂഷ സമയത്ത് എൻ്റെ മേൽ അത്ഭുതകരമായ കൃപ ചൊരിയപ്പെടട്ടെ, അത്ഭുതകരമായ കൃപ ചൊരിയപ്പെടട്ടെ. ആത്മാവിൻ്റെ തീയെ, സ്വർഗീയ തീയെ എൻ്റെ ഉള്ളിൽ ആളിക്കത്തണമേ. ആത്മാവിൻ തീയെ, സ്വർഗീയ തീയെ എൻ്റെ ഉള്ളിൽ ആളിക്കത്തിവാ. ആമേൻ. യേശുവിൻ നാമമുയർത്ത എൻ്റെ ഉള്ളിൽ ആളിക്കത്തിവാ. എല്ലാവരും ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. ആത്മാവിൻ തീയെ, സ്വർഗീയ തീയെ എൻ്റെ ഉള്ളിൽ ആളിക്കത്തിവാ. ആമേൻ. യേശുവിൻ നാമമുയർത്ത എൻ്റെ ഉള്ളിൽ ആളിക്കത്തിവാ. ഞാൻ നിനക്കായി എരിഞ്ഞിടാം, ഞാൻ നിനക്കായി കത്തിയെരിഞ്ഞിടാം. ആമേൻ. ഞാൻ നിന്റെ വേളയെ തികച്ചിടാം. യെസ് യെസ്. ഞാൻ നിനക്കായി കത്തിയെരിഞ്ഞിടാം. ആമേൻ. ഞാൻ നിന്റെ വേളയെ തികച്ചിടാം. നിനക്കായിട്ടല്ലോ ഈ ജീവിതം എൻ്റെ യേശുവേ. നിനക്കായിട്ടല്ലോ ഈ ജീവിതം എൻ്റെ യേശുവേ. ആമേൻ. അഗ്നിയായി ഇറങ്ങണമേ, ശക്തിയായി വെളിപ്പെടണേ. അഗ്നിയായി ഇറങ്ങണമേ, ശക്തിയായി വെളിപ്പെടണേ. ഒഴുകണേ ആത്മശക്തിയായി ഒഴുകണമേ. ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവർ നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വ്യക്തിയുടെ കൈ ഒന്ന് ചേർത്ത് പിടിച്ചോ. കർത്താവേ, ഞാൻ ഈ കൈ ചേർത്ത് പിടിച്ചിരിക്കുന്ന വ്യക്തി കടന്നു പോകുന്ന അവസ്ഥ എനിക്കറിഞ്ഞുകൂടാ, പക്ഷെ കർത്താവെ അങ്ങേക്കറിയാം. ഈശോയെ, ഈ വ്യക്തിയിൽ ഈ ശുശ്രൂഷ സമയത്ത് പ്രകടമായ ദൈവീക ഇടപെടലുകൾ ഉണ്ടാവണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ചേർത്ത് പിടിച്ച കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവ് ഇന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഭാഗമായി ഞങ്ങളുടെ വീട്ടിൽ ഒരു ദൈവീക ഇടപെടൽ അനുഭവിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കൈകൾ കൂപ്പി ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവ്വേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കണ്ണു തുറന്ന് കരങ്ങൾ കൂപ്പി ഉച്ചത്തിൽ പറഞ്ഞ് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി നമുക്കൊന്ന് ഏറ്റുപറയാം. ആബാ പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ, അവിടുത്തെ തിരുക്കുമാരന്റെ തിരുരക്തത്താൽ എന്നെ കഴുകണമേ. എന്റെ ശരീരത്തെ കഴുകണമേ. എന്റെ ചിന്തകളെ വികാര വിചാരങ്ങളെ കഴുകണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ എന്നെ ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ നീ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട നിലപാട് അസ്വസ്ഥനായി ബഹളം ഉണ്ടാക്കാനല്ല. നീ ശ്രദ്ധിക്കേണ്ട കാര്യം, തമ്പുരാൻ കർത്താവിനെ നീ മുറുകെ പിടിച്ചോണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 13-ാം വചനം വായിക്കാം. 13-ാം വചനം. യൂദായിലെ പുരുഷന്മാരെല്ലാവരും കുട്ടികളോടും ഭാര്യമാരോടും കുഞ്ഞുങ്ങളോടും കൂടെ കർത്താവിന്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു. ആരുടെ മുമ്പിൽ?
കർത്താവിൻ്റെ മുമ്പിൽ. കണ്ടോ, ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആരുടെ മുമ്പിൽ പോയി നിൽക്കണം? പറയൂ. ഭർത്താവിൻ്റെ മുമ്പിലോ? ഒരു കാര്യമില്ല. കർത്താവിൻ്റെ മുമ്പിൽ, സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പിൽ പോയി നിൽക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ വാട്സപ്പിൽ ഇരുന്ന് ഫേസ്ബുക്കിൽ ഇരുന്ന് ചർച്ച ചെയ്യണമെന്നാണോ? അല്ലല്ല. ചായക്കടയിൽ പോയി ഇരുന്നുകൊണ്ട് വർത്തമാനം പറഞ്ഞ് ഉത്തരം കിട്ടണമെന്നാണോ? അയൽക്കൂട്ടത്തിൽ പോയിരിക്കണമെന്നാണോ? അല്ലെന്ന്. എവിടെ പോകണം? കർത്താവിൻ്റെ മുമ്പിൽ ചെല്ലണം. കർത്താവിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കണം. ദേ വചനം പഠിപ്പിക്കുന്ന ഒറ്റയ്ക്കല്ല, ഭാര്യമാരോടും പുരുഷന്മാരും കുഞ്ഞുങ്ങളും എല്ലാവരും കൂടെ കർത്താവിൻ്റെ മുമ്പിലെത്തി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒരു പ്രശ്നം, ഒരു പ്രതിസന്ധി വന്നാൽ വീട്ടിൽ തന്നെ ഇരുന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കാനല്ല. അതിനാണ് ഇങ്ങനെയുള്ള ആലയങ്ങൾ ദൈവം നൽകിയിരിക്കുന്നത്. നിന്റെ വീട്ടിലൊരു പ്രശ്നം, പ്രതിസന്ധി, അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കാനല്ല, തമ്പുരാന്റെ മുമ്പിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കാൻ. നിന്റെ ബുദ്ധി കൊണ്ടും ശക്തി കൊണ്ടും പ്രശ്നം പറഞ്ഞു തീർക്കാം, തർക്കിക്കാം, വഴക്കടിക്കാം എന്നും പറഞ്ഞ് വീട്ടിലിരിക്കരുത്. നിങ്ങളുടെ മകനെക്കുറിച്ച് നിങ്ങൾക്കൊരു ഭാരം. മകൻ വളരും തോറും അവൻ്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുന്നു. എന്തു ചെയ്യും? മകനെ വിളിച്ചിട്ട് വരുന്നില്ല. അപ്പം എന്തു ചെയ്യും? മകനെ വിളിച്ചിട്ട് വരുന്നില്ലെങ്കിൽ ആദ്യം അപ്പനും അമ്മയും വന്ന് ധ്യാനം കൂടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലരിവിടെ വന്നപ്പോൾ പറയും, അച്ഛാ മകൻ അവൻ ഭയങ്കര പ്രശ്നത്തിലാച്ചാ, ഭയങ്കര ഉഴപ്പനാ, കൂട്ടുകെട്ട് മോശം. ഞാൻ ചോദിക്കും, ചേട്ടാ അവനെയും കൂട്ടിക്കൊണ്ടൊരു ധ്യാനത്തിന് വരാവോ? വരത്തില്ല അച്ഛാ, വിളിച്ചാ വരത്തില്ല. എന്നാ പിന്നെ അപ്പനും അമ്മയും കൂടെ ഒരു ധ്യാനം കൂടിയാലോ അവന് വേണ്ടി? അതിപ്പം അല്ല, അവനെയും കൊണ്ട് വരാം. എന്ന് വരും? അവൻ പിന്നെ ആവട്ടെ എന്ന്. അതിനു മുമ്പ് ആര് വരണം? അപ്പനും അമ്മയും കൂടെ ധ്യാനം കൂടണമെന്ന്. അപ്പനും അമ്മയും കൂടെ ശുശ്രൂഷയിൽ പങ്കെടുക്കണം, മകന് വേണ്ടി പ്രാർത്ഥിക്കണം, കർത്താവിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കണം. എന്നിട്ട് അടുത്ത വചനം വായിച്ചേ. അപ്പോൾ കർത്താവിന്റെ ആത്മാവ് സഭാമധ്യേ നിന്നിരുന്ന ആസഫ് വംശജനും ലേവിനുമായ യഹസിയേലിന്റെ മേൽ വന്നു. അപ്പോ ഇവരിങ്ങനെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വ്യക്തി, അവരുടെ മധ്യത്തിലുള്ള ഒരു യഹസിയേൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് പെട്ടെന്ന് കടന്നു വരികയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രവചന ദൂത് അവന്റെ മേൽ നൽകുകയാണ്. എന്നിട്ട് എന്ത് പറഞ്ഞു? വായിച്ചേ. യഹസിയേൽ പറഞ്ഞു, യൂദായിലും ജെറുസലേമിലും വസിക്കുന്നവരും യഹോഷാഫാത്ത് രാജാവും കേൾക്കട്ടെ. കർത്താവ് നിങ്ങളോട് അരുളി ചെയ്യുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങളല്ല ദൈവമാണ് പൊരുതുന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അവരൊരുമിച്ച് നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഒരുത്തിന് കിട്ടുന്നൊരു വെളിപ്പെടുത്തലാണ്. ഈ വെളിപ്പെടുത്തൽ ആ ദൈവജനത്തോട് പറയാണ്, നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങളല്ല പൊരുതുന്നത്, മറിച്ച് നിങ്ങൾക്ക് വേണ്ടി സർവശക്തനായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് വിശ്വസിച്ചോണം. വചനം മുന്നോട്ട് വായിച്ചു പോകുമ്പോൾ 17-ാം തിരുവചനം, ശക്തമായൊരു വചനമുണ്ട്. 17-ാം തിരുവചനം വായിച്ചോ. ഈ യുദ്ധത്തിൽ നിങ്ങൾ പൊരുതേണ്ടി വരികയില്ല. യൂദ ജെറുസലേം നിവാസികളെ അണിനിരന്ന് കാത്തു നിൽക്കുവിൻ. കർത്താവ് തരുന്ന വിജയം നിങ്ങൾ കാണും. നിങ്ങൾ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ വേണ്ട. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുക. ഇത് ഞാനല്ല പറയുന്നത്, വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി ഈ ദിനത്തിൽ കർത്താവ് കാത്തുവെച്ചിരിക്കുന്ന സന്ദേശമാണ്. നീ വിഷമിക്കണ്ടെന്ന്, ഭാരപ്പെടണ്ട. ഇന്ന് നീ അനുഭവിക്കുന്ന ഈ പ്രതിസന്ധിയുടെ മുമ്പിൽ നിനക്ക് വേണ്ടി ദൈവം പൊരുതും, നിനക്ക് വേണ്ടി ദൈവം വഴി തുറക്കും. യഹോഷാഫാത്തും സംഘവും എന്ത് ചെയ്തെന്നറിയാവോ? അതൊന്ന് പഠിച്ചോണേ. 22-ാം തിരുവചനം ഒന്ന് വായിച്ചേ. 22-ാം തിരുവചനം നല്ല വചനമാണ്, വായിച്ചോ. അവർ പാടി സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ യൂദായെ ആക്രമിക്കാൻ വന്ന അമ്മോന്യർ, മോവാബ്യർ, സെയിൻ പർവ്വത നിവാസികൾ എന്നിവർക്കെതിരെ കർത്താവ് കെണിയൊരുക്കി. പ്രൈസ് ദി ലോർഡ്. അവർ എന്ത് ചെയ്തപ്പോ? അവർ പാടി സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ. പ്രൈസ് ദി ലോർഡ്. പാട്ട് പാടുന്നതിന്റെ മഹത്വം മനസ്സിലായോ? എന്തു പാട്ടാ? ദൈവസ്തുതി ഗീതം പാടുന്നതിന്റെ പ്രത്യേകത
നമ്മൾ ഈ ശുശ്രൂഷ സമയത്തൊക്കെ ഗായക സംഘം പാട്ട് പാടും. എന്തിനാ ഈ പാട്ട് പാടുന്നേ? ഒരു വചനം പഠിച്ചാലോ? ഒന്ന് വായിച്ചേ. 2 രാജാക്കന്മാർ 3:15. ഇതിനിടയിൽ നമ്മൾ തിരിച്ചെത്തും. ആ വചനം ഒന്ന് പഠിച്ചിട്ട് തിരിച്ചെത്താം. 2 രാജാക്കന്മാർ 3:15. 2 രാജാക്കന്മാർ, രാജാക്കന്മാരുടെ 2-ാം പുസ്തകം, ചാപ്റ്റർ 3 വേഴ്സ് 15, 15-ാം വചനം. നല്ല വചനമാണ്. ഒരു ഗായകനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. ഗായകൻ പാടിയപ്പോൾ കർത്താവിന്റെ ശക്തി എലീഷായുടെ മേൽ ആവസിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ഗായകനെ കൊണ്ടുവരിക. ഗായകൻ പാടി, വചനം പഠിപ്പിക്കുക. ഗായകൻ ദൈവസ്തുതി ഗീതം പാടിയപ്പോൾ പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആ അന്തരീക്ഷത്തിൽ ഇടപെട്ടു. ഹല്ലേലൂയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാട്ടുപാടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പാടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അന്തരീക്ഷത്തിൽ ദൈവിക ഇടപെടൽ ഉണ്ടാവും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പസ്തോല പ്രവർത്തനം 16:25 അറിയാവുന്ന വചനമാണ്. അപ്പസ്തോല പ്രവർത്തനം 16:25 അർദ്ധരാത്രിയിൽ പൗലോസും ശീലാസും ജയിലറയിൽ കിടന്ന് എന്ത് ചെയ്തു? പാട്ടുപാടി, കീർത്തനം പാടി സ്തുതിച്ചു. അത്രയും നേരം പ്രതികൂലമായിരുന്ന അന്തരീക്ഷം പെട്ടെന്ന് അനുകൂലമാകാൻ തുടങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മ വിഷാദം മുറ്റി നിന്നിരുന്ന എലീശായുടെ വീട്ടിലെത്തി. ഭയപ്പെട്ടിരുന്ന എലീശ ആ വീട്ടിൽ ചെന്ന് അസ്വസ്ഥതയുടെ അന്തരീക്ഷത്തിൽ സ്തോത്രഗീതം പാടി, പാട്ടുപാടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാട്ടുപാടാൻ കഴിവുള്ളവരെന്ന് കൈപൊക്കിക്കേ. ഇത്രയും പേർക്ക് പാട്ടുപാടാൻ കഴിവുള്ളൂ? പാട്ടുപാടാൻ ആഗ്രഹമുള്ളവർ കൈപൊക്കിക്കേ. എല്ലാവർക്കും ആഗ്രഹമുണ്ട്. 1-2 ചേട്ടന്മാർ, അവർക്കറിയാം അവരുടെ അവസ്ഥ, അതുകൊണ്ട് അവർ കൈ പൊക്കിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് എല്ലാവർക്കും പാട്ട് പാടാൻ കഴിവുണ്ട്. ഇപ്പം നമ്മുടെ കുഴപ്പം എന്നാണെന്നറിയോ? നമ്മൾ ചിന്തിക്കുന്നത്, എനിക്ക് യേശുദാസിനെ പോലെ പാടാൻ പറ്റുന്നില്ലല്ലോ, ചിത്രേനെ പോലെ പാടാൻ പറ്റുന്നില്ലല്ലോ. അത് പറ്റത്തില്ലായിരിക്കും. അത് പറ്റുമോ? ഇല്ല. ഞാൻ ചോദിക്കട്ടെ, യേശുദാസിന് എന്നെ പോലെ പാടാൻ പറ്റുമോ? പറ്റുമോ ചേച്ചി? പറ്റിയല്ലെന്ന്. എങ്ങനെ പാടാൻ പറ്റും? ചിത്രയ്ക്ക് ചേച്ചീനെ പോലെ പാടാൻ പറ്റുമോ? പറ്റൂല. എന്നാ ഒച്ചയാ, പാറക്കെട്ടരയ്ക്കുന്ന എങ്ങനെ പറ്റും? നിനക്കൊരു സ്വരം ദൈവം തന്നിട്ടുണ്ട്. ആ സ്വരത്തിൽ നിനക്ക് പാടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിനക്കും പാട്ടുമൊക്കെ പാടാനുള്ള കൃപയുണ്ടെന്ന്. ട്യൂണും താളമൊന്നും ഉണ്ടാവണമെന്നില്ല, പക്ഷെ പാട്ടൊക്കെ പാടാൻ പറ്റും. നീ വിചാരിക്കണം, ശുശ്രൂഷയുടെ മഹത്വം അതാണ്. അതായത് ദൈവസ്തുതിഗീതം പാടുമ്പോൾ അവിടെ ദൈവ മഹത്വം ഇറങ്ങി വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവസ്തുതിഗീതങ്ങൾ പാടുമ്പോൾ മാനസാന്തരങ്ങൾ ഉണ്ടാവുന്നു, അത്ഭുതകരമായ ദൈവിക ഇടപെടൽ ഉണ്ടാവുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശുശ്രൂഷ മേഖലകളിൽ കൂടെയുള്ള ഒരു ശുശ്രൂഷകനാണ് കൊല്ലം സ്വദേശിയായിട്ടുള്ള വർഗീസ് എന്ന് പറയുന്ന ഒരു ബ്രദർ. വർഗീസ് കൊല്ലം. ഇദ്ദേഹമാണ് എഫ്രായിം നീ എൻ്റെ വത്സലപു ഇതൊക്കെ എഴുതിയിട്ടുള്ള ഒരു ശുശ്രൂഷകനാണ്. ബൈബിൾ കൺവെൻഷനൊക്കെ പോകുമ്പോൾ ഇദ്ദേഹം ഒരു ശുശ്രൂഷകനായിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. വർഗീസ് ബ്രദർ. ഇദ്ദേഹത്തിൻ്റെ ജീവിതം തകർന്ന് തരിപ്പണമായി ഒരു സാഹചര്യത്തിൽ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ച് വളരെ നിരാശനായിട്ട് ഇദ്ദേഹം ഒരു സ്ഥലത്തൂടെ പോകുമ്പോൾ അപ്പുറത്തൊരു ബൈബിൾ കൺവെൻഷനിൽ അവിടുത്തെ ഗായക സംഘം പാട്ട് പാടുന്നു. ആകാശമേ കേൾക്കാ, ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരെന്നോട് മത്സരിക്കുന്നു. റോട്ടിൽ കൂടെ പോവുക, മരിക്കാൻ വേണ്ടിയിട്ട് അസ്വസ്ഥനായിട്ട് പോകുന്ന മനുഷ്യൻ ഈ പാട്ട് കേട്ട് എന്നാ പിന്നെ ഇതെന്നാന്നൊന്ന് കണ്ടേക്കാന്നോർത്ത് പോയിരുന്നതാ. ജീവിതത്തിൻ്റെ ഗതി മാറി. ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മളൊക്കെ പാട്ട് പാടുമ്പോൾ ഓർത്തോണം, എന്തുവാ ഇത് ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്ന സമയമാണെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പാട്ടൊക്കെ പാടാൻ സമയം കിട്ടുമ്പോൾ നന്നായിട്ട് അങ്ങോട്ട് പാടി പ്രാർത്ഥിച്ചോണം കേട്ടോ. പ്രൈസ് ദി ലോർഡ്. വണ്ടിയിലും യാത്രാ സമയത്തൊക്കെ എപ്പോഴും ഒരു ഉള്ളിൽ പാട്ടൊക്കെ പാടി, ആത്മാവിൻ തീയെ സ്വർഗീയ തീ, അങ്ങനെ എപ്പോഴും ഒരു ജ്വലന ഉള്ളിലുണ്ടാവണം. പ്രൈസ് ദി ലോർഡ്. ഇതൊരു ദൈവവിളിയാണ്. ഇത് കിട്ടുന്ന വ്യക്തികൾ അത് ഉപയോഗിച്ചോണം. അപ്പൊ നമ്മുടെ യഹോഷാഫാത്ത് തിരിച്ചു വന്നേ. ദിനവൃത്താന്ത പുസ്തകത്തിൽ എന്ത് സംഭവിച്ചു? ഇതാ ദിനവൃത്താന്ത പുസ്തകം 2-ാം പുസ്തകം 20-ാം അധ്യായത്തിൽ യഹോഷാഫാത്തിനെ കുറിച്ച് പറയുന്നു. ഇദ്ദേഹവും സംഘം എന്ത് ചെയ്തു?
ഈ പ്രശ്നത്തിന്റെ മധ്യത്തിൽ അവർ ദൈവസ്തുതിഗീതങ്ങൾ പാട്ടുപാടി സ്തുതിച്ചു. വായിച്ചു പോകുമ്പോൾ ഒരു വചനം കൂടെ ശ്രദ്ധിച്ചോളൂ. 24-ാം തിരുവചനം. യൂദാ സൈന്യം മരുഭൂമിയിലെ കാവൽ ഗോപുരത്തിൽ വന്ന് ശത്രു സൈന്യത്തെ നോക്കിയപ്പോൾ ശവശരീരങ്ങൾ നിലത്ത് കിടക്കുന്നതാണ് കണ്ടത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ കൺവെട്ടത്ത് തന്നെ ഈ തിന്മകള് ദൂരെ പോകുന്നു നീ കാണും. നിന്റെ കൺവെട്ടത്ത് തന്നെ മാനസാന്തരങ്ങൾ നീ കാണും. നിന്റെ കൺവെട്ടത്ത് തന്നെ നിന്നെ ശല്യപ്പെടുത്തുന്ന മേഖലകൾ ഇട്ടിട്ട് പോകുന്നു നീ കാണും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒരു പ്രശ്നം, പ്രതിസന്ധി വന്നാൽ ദൈവം ആ വിഷയത്തിൽ ഇടപെടും. അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കും. ആ വിഷയത്തിൻ്റെ ഉത്തരവാദിത്വം ദൈവം ഏറ്റെടുക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. ദൈവം ഒരു വിഷയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കും. ഹല്ലേലൂയാ. ഇപ്പോൾ എന്താ പ്രശ്നം? നമ്മൾ ദൈവത്തിന് കൊടുത്തിട്ടില്ല, നമ്മുടെ തലയിൽ തന്നെ ഉത്തരവാദിത്വം വെച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഉത്തരവാദിത്വം ദൈവ കൈകളിലേക്ക് കൊടുക്കുക, എന്നിട്ട് ദൈവത്തെ സ്തുതിച്ചാൽ മതി. ആ വിഷയത്തിൽ ദൈവം ഉത്തരവാദിത്വം ഏറ്റെടുക്കും. ഹല്ലേലൂയാ. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ കാനായിലെ വിവാഹ വിരുന്നിൽ വീഞ്ഞു തീർന്നുപോയി, ആകപ്പാടെ തകർച്ച. ആരേറ്റെടുത്തു ആ പ്രശ്നം? യേശു ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ എന്താ സംഭവിച്ചത്? കൃത്യമാണ്. 6 കൽഭരണി നിറയെ വെള്ളം നിറയ്ക്കുവിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കാര്യത്തിലും ദൈവം ഇടപെടുകയാണ്. അത്രമേൽ കൃത്യത ദൈവത്തിനുണ്ട്. ഓരോ വിഷയത്തിലും ആവശ്യമായ കാര്യങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. ഈ വിഷയം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലൂക്കാസ് വിശേഷം നമുക്ക് പഠിപ്പിക്കാൻ പറ്റിയൊരു വചനം 24-ാം അധ്യായം അതിൻ്റെ 13-ാം തിരുവചനം. സെന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 24 വേഴ്സ് 13. നല്ലൊരു വചനമുണ്ട്. 24-ാം അധ്യായം അതിൻ്റെ 13-ാം തിരുവചനം. ആ ദിവസം തന്നെ അവരിൽ 2 പേർ ജെറുസലേമിൽ നിന്ന് ഏകദേശം 60 സ്ഥാദിയോൺ അകലെയുള്ള എമ്മാവൂസ് ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു. 2 ശിഷ്യന്മാർ യേശുവിന്റെ മരണത്തിന് ശേഷം ഇനി എന്തു ചെയ്യണമെന്നറിയാതെ ഭയവിഹലരായി, മ്ലാനവദനരായി, അങ്ങനെയാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. അവർ മ്ലാനവദനരായിരുന്നു. അവരിങ്ങനെ നടന്നു പോകുമ്പോൾ ഇതാ അവരുടെ കൂടെ ആരെത്തി? അടുത്ത വചനം പഠിപ്പിക്കും. 15-ാം വചനം വായിച്ചേ. അവർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ട് പോകുമ്പോൾ യേശുവും അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തു. യേശുവും അടുത്തെത്തി അവരോടൊപ്പം. നിന്റെ മ്ലാനവദനമായ, സങ്കടകരമായ നിന്റെ വിഷയത്തിൽ നിന്നോടൊപ്പം ആര് യാത്ര ചെയ്യുന്നു? സർവശക്തനായ ദൈവം നിന്റെ കൂടെയുണ്ടെന്ന് നീ വിശ്വസിച്ചോണം. കണ്ണും പൂട്ടി ഏറ്റെടുത്തോണം. സർവശക്തനായ ദൈവം നിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അവിടുന്ന് നിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കും. അവിടുന്ന് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. വചനം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വായിക്കാവുന്ന ഒരു വചനം 28-ാം തിരുവചനം ഒന്ന് വായിച്ചു. 28-ാം തിരുവചനം. അവർ എത്തേണ്ടിയിരുന്ന ഗ്രാമത്തോടടുത്ത് അവനാകട്ടെ യാത്ര തുടരുകയാണെന്ന് ഭാവിച്ചു. അവർ അവനെ ഭാവിച്ചു. എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോകുന്നു എന്നൊക്കെ ഇങ്ങനെ ഭാവിച്ചു. ഉടനെ തന്നെ ശിഷ്യന്മാരെന്ത് ചെയ്തു? വായിച്ചേ. അവർ അവനെ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളോട് കൂടെ താമസിക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്ത് ചെയ്യണം? നിർബന്ധിക്കണം. ദൈവമേ, ഞങ്ങളുടെ അവസ്ഥ ഇങ്ങനെയാണ്. ദൈവമേ, അങ്ങ് ഞങ്ങളുടെ കൂടെ വേണം. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം. അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങളെ ആർക്കും പീഡിപ്പിക്കാൻ പറ്റൂല. ഞങ്ങളുടെ ഈ പ്രശ്നത്തിന് ഉത്തരമുണ്ട്. അത് വിശ്വസിച്ച് അത് ഏറ്റെടുക്കണം. ഹല്ലേലൂയാ. അങ്ങനെ ചെയ്താൽ ദൈവം നമ്മുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കും. നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. വായിച്ചു മുന്നോട്ട് പോകുമ്പോൾ 30-ാമത്തെ വചനം. അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നപ്പോൾ അവൻ അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ചവർക്ക് കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മേലുള്ള എല്ലാ ഉത്തരവാദിത്വവും ഇതാ യേശു ഏറ്റെടുത്തു കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വിശുദ്ധ ഗ്രന്ഥം വായിച്ചു പോകുമ്പോൾ പലയിടങ്ങളിലായി ഈ വിഷയം വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. നിന്റെ ഉത്തരവാദിത്വം സർവശക്തനായ ദൈവം ഏറ്റെടുക്കുന്നു. നീ ശാന്തമായിട്ടിരുന്നാൽ മതി. കർത്താവ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. യെശയ്യായുടെ പ്രവചനത്തിൽ ഈ വിഷയം വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. യെശയ്യായുടെ പ്രവചനം 58-ാം അധ്യായം അതിന്റെ 11-ഉം 12-ഉം. വലതുകര ഉയർത്തിക്കോ. ഈ വചനം നമ്മിൽ സംഭവിക്കാൻ പോവാണ്. ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും, നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും, നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവയും പോലെ ആകും നീ. നിന്റെ പുരാതന നഷ്ടശിഷ്ടങ്ങൾ പുനരുദ്ധരിക്കപ്പെടും. അനേകം തലമുറകളുടെ അടിസ്ഥാനം നീ പണിതുയർത്തും. പൊളിഞ്ഞ മതിലുകൾ പുനരുദ്ധരിക്കുന്നവനെന്നും ഭവനങ്ങൾക്ക് കേട് പോക്കുന്നവനെന്നും നീ വിളിക്കപ്പെടും. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഒന്നായിട്ട് കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. ഇത് നമ്മിൽ സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിന്റെ ജീവിതത്തെ കർത്താവ് പുതുക്കി പണിയുന്നു. എല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവേ, 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 ഈ വ്യക്തിയുടെ മേൽ പറന്നിറങ്ങണമേ. ഉന്നതമായ വരദാനങ്ങൾ ചൊരിഞ്ഞ് ഈ വ്യക്തിയെ ബലപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. ഓ പരിശുദ്ധാത്മാവേ, ഈ വ്യക്തിയുടെ മേൽ പറന്നിറങ്ങട്ടെ. ഉന്നതമായ വരദാനങ്ങൾ ലഭിക്കട്ടെ. എല്ലാവരും സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവേ, വേഗം പറന്നിറങ്ങണമേ. ഉന്നതമായ പ്രസാദവരങ്ങൾ ദാസക്കേകണമേ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവേ, വേഗം പറന്നിറങ്ങണമേ. ഉന്നതമായ പ്രസാദവരങ്ങൾ ദാസക്കേകണമേ. ഈ സമയം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വ്യക്തിയുടെ ശരീരം, ആ വ്യക്തിയുടെ ശരീരത്തിലെ രോഗപീഠകൾ ഓ പരിശുദ്ധാത്മാവെ ഏറ്റെടുക്കുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ ശരീരത്തിലെ രോഗപീഠകൾ പരിശുദ്ധാത്മാവ് തൊട്ട് സുഖപ്പെടുത്തട്ടെ. അത് പാരമ്പര്യ രോഗപീഠകളാവാം, ഒരുപക്ഷെ വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ചതാവാം, ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കണമെന്ന് വിധിക്കപ്പെട്ടതാവാം, ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞതാവാം. എന്തുമാവട്ടെ, ശരീരത്തിലെ രോഗപീഠകളിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കപ്പെടാൻ എല്ലാവരും ആഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവേ, ഉന്നതമായ വരദാനങ്ങൾ ഈ വ്യക്തിയിൽ നിറയട്ടെ. പരിശുദ്ധാത്മാവേ, വേഗം പറന്നിറങ്ങണമേ. ഉന്നതമായ പ്രസാദവരങ്ങൾ ദാസർക്കേകണമേ. പ്രത്യേകിച്ച് ഈ വ്യക്തിയുടെ മനസ്സിലുള്ള ഭാരങ്ങൾ മാറട്ടെ, ഉറക്കക്കുറവ് മാറട്ടെ, അസ്വസ്ഥപ്പെടുന്ന ചിന്തകൾ, കൂട്ടുകെട്ടുകൾ, ബന്ധത്തകർച്ചകൾ, ക്ഷമിക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ പരിശുദ്ധാത്മാവ് ഈ നിമിഷം ഏറ്റെടുക്കണമേ. ഈ വ്യക്തിയുടെ മനസ്സിലെ എല്ലാ ഭാരവും മാറ്റണമേ. ഭയചിന്തകൾ മാറട്ടെ, നിരാശ, ദുഃഖചിന്തകൾ മാറട്ടെ. ഇന്ന് കടന്നു പോകുന്ന ഈ അവസ്ഥയിൽ പരിശുദ്ധാത്മാവ് ഈ വ്യക്തിക്ക് ബലക്കുറവും ബലം കൊടുക്കണമേ. പരിശുദ്ധാത്മാവെ അതിശക്തമായിട്ട് ഈ വ്യക്തിയിൽ നിറയണമേ. ചേർന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. ഉന്നതമായ ദാസർക്കേകണമേ. ആ വ്യക്തിയുടെ കുടുംബത്തിന് വേണ്ടിയും ആ വ്യക്തിക്ക് വേണ്ടി ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. നാവ് തുറന്ന് ഹൃദയം തുറന്ന് സ്തുതിക്കട്ടെ. ഓ ദൈവത്തിൻ്റെ ആത്മാവേ, ഓ ദൈവത്തിൻ്റെ ആത്മാവേ, ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിശക്തമായിട്ടുള്ള ദൈവ അഭിഷേകം വെളിപ്പെടട്ടെ. തടസ്സങ്ങൾ മാറട്ടെ, കൃപ കൊണ്ട് നിറയപ്പെടട്ടെ. ഓ പരിശുദ്ധാത്മാവേ, അത്ഭുതകരമായ ദൈവശക്തി വ്യക്തിയിൽ നിറയപ്പെടട്ടെ. അത്ഭുതകരമായ രോഗശാന്തികൾ സംഭവിക്കപ്പെടട്ടെ. ഓ ദൈവത്തിൻ്റെ ആത്മാവേ,
അത്ഭുതകരമായ രോഗശാന്തികൾ സംഭവിക്കപ്പെടട്ടെ. ആരാധന 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 ആരാധന. കർത്താവിന്റെ ആത്മാവ് തൊട്ട് സുഖപ്പെടുത്തുന്നു. അനേക രോഗികളെ കർത്താവ് തൊട്ട് സുഖപ്പെടുത്തുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവിന്റെ ആത്മാവ് അനേകരെ തൊട്ട് സുഖപ്പെടുത്തുന്നു. ശരീരത്തിലെ അലർജി രോഗപീഠകളെ കർത്താവ് തൊട്ട് സുഖപ്പെടുത്തുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ. നിന്റെ കൈവെപ്പ് പ്രാർത്ഥന അത്രമേൽ ശക്തിയുള്ള പ്രാർത്ഥനയാണ്. ആ വ്യക്തിയുടെ എല്ലാ രോഗങ്ങളും പീഡകളും കർത്താവ് എടുത്തു മാറ്റുന്നു. നിന്റെ കൈവെപ്പ് പ്രാർത്ഥന വഴി ആ വ്യക്തിയുടെ ഭയം കർത്താവ് എടുത്തു മാറ്റുന്നു. നിന്റെ പ്രാർത്ഥന അത്രമേൽ പ്രധാനപ്പെട്ടതാണ്. വിഷമിക്കേണ്ട എന്ന് കർത്താവ് ചിലരുടെ ചെവിയിൽ വന്ന് പറയുന്നു. വിഷമിക്കേണ്ട, കർത്താവ് നിന്റെ കൂടെയുണ്ട്. ഓ പരിശുദ്ധാത്മാവെ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഉന്നതമായ വരപ്രസാദം നിറയട്ടെ. പരിശുദ്ധാത്മാവേ വേഗം പറന്നിറങ്ങണമേ. ഉന്നതമായ പ്രസാദവരങ്ങൾ ദാസർക്കേകണമേ. ചേർന്ന് എല്ലാവരും പാടി പ്രാർത്ഥിക്കട്ടെ. ഉന്നതമായ ദാസർ കേൾക്കണമേ. പ്രാർത്ഥിച്ച വ്യക്തിയുടെ നെറ്റിയിൽ കുരിശടയാളം വരച്ച് അനുഗ്രഹിക്കുക. പ്രിയപ്പെട്ട ദൈവജനമേ, ഇവിടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓൺലൈനിലും ഓഫ്ലൈനിലും എല്ലാ വ്യക്തികളിലും ശ്രദ്ധിച്ചു കേൾക്കണം. എല്ലാ വ്യക്തികളിലും പരിശുദ്ധാത്മാവ് വ്യത്യസ്തമായ അഭിഷേകം നൽകി അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയെയും ഈശോ വെറും കൈയോടെ വിടുന്നില്ല. എല്ലാ വ്യക്തികളിലും കർത്താവ് വ്യക്തിപരമായി അഭിഷേകം നൽകി അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾക്ക് ലഭിക്കുന്ന അഭിഷേകം എന്താണെന്ന് നിങ്ങൾക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ അത് തിരിച്ചറിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കിട്ടുന്ന അനുഗ്രഹങ്ങൾ ദൈവജനം എന്ത് ചെയ്യണം? സാക്ഷ്യപ്പെടുത്താൻ സമയം കിട്ടുമ്പോൾ നിങ്ങളുടെ കൂട്ടായ്മയിലോ ഈ ആലയത്തിലോ വന്ന് നിങ്ങൾ സാക്ഷ്യപ്പെടുത്തണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകൾ ഈശോയുടെ നേരെ ചൂണ്ടിപ്പിടിച്ച് കൈകൂപ്പിപ്പിടിച്ച് ഈശോയുടെ നേരെ കൂപ്പിപ്പിടിച്ച് എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.